അങ്ങനെ നമ്മുടെ മിസ്റ്റർ കേരള കോമ്പറ്റീഷനൊക്കെ ഇന്നലെ കഴിഞ്ഞു കേട്ടോ. അടൂർ വെച്ചായിരുന്നു. ഇന്നലെ ഒത്തിരി ലേറ്റ് ആയിരുന്നു. വീട്ടിൽ വന്നപ്പം 3 മണിയൊക്കെ കഴിഞ്ഞ് വെളുപ്പിനെ. ഞാൻ സ്റ്റേജിൽ കയറുമ്പം 11:30 എങ്ങാണ്ടായി വൈകിട്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ അത്യാവശ്യം ആളുണ്ടായിരുന്നു. ഒട്ടും ഓർത്തില്ല 4th കിട്ടുമെന്ന്. ടോപ്പ് 5 വന്ന് അവിടുന്ന് 4th കയറി. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇഞ്ചുറി കഴിഞ്ഞ് വന്നിട്ട് അത്യാവശ്യം നമുക്ക് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേദനയായിട്ട് കൂടി നമ്മൾ പിടിച്ച് നിന്ന് നമുക്ക് ആ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചുറി ആയിട്ടിരിക്കുന്നവരൊന്നും സങ്കടപ്പെടണ്ട. അപ്പോൾ നിങ്ങൾക്ക് കയറി വരാനൊക്കെ പറ്റും. ഇന്നലെ ആണെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ വയറിന് സുഖമില്ല, ആ പാടെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇനിയിപ്പം വീട്ടിൽ നിന്ന് എന്തെങ്കിലും നല്ലപോലെ കഴിക്കണം. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പോയി കഴിക്കും. അപ്പം ഡയറ്റൊക്കെ വിടുക കേട്ടോ. ഡയറ്റൊക്കെ വിട്ടിട്ടുള്ള വീട്ടിൽ നിന്നുള്ള ഭക്ഷണം ഇന്നലെ പുറത്തുനിന്ന് ചെറുതായിട്ട് കഴിച്ചായിരുന്നു. ഇപ്പം ഇഡലിയുണ്ട്. ഇഡലി രാവിലെ ഇഡലി, സാമ്പാറും വെള്ളച്ചമ്മന്തി, പിന്നെ മുളകുണ്ട് കേട്ടോ. അയ്യോ നല്ല വിശപ്പ്, ഒരു രക്ഷയില്ല. താമസിച്ചത് എഴുന്നേറ്റ്. പിന്നെ വൈഫിൻ്റെ സ്പെഷ്യലാണ് ഞണ്ടാ കേട്ടോ. ഞണ്ട് ഇത് ഞണ്ട് ഫ്രൈ ആക്കിയതാണ്. ഇതിനെല്ലാം കൂടെ കടിച്ച് പൊട്ടിക്കണം. അയ്യോ എൻ്റെ പലെല്ലാം പോകുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി ഓരോരോ ഐറ്റങ്ങളായിട്ട് ഇന്ന് കഴിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങളും പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഓക്കെ, ഇതാണ് നമുക്ക് ഇന്നലെ കിട്ടിയ ട്രോഫി. അപ്പം ഇതതിന് മുമ്പൊക്കെ കിട്ടിയതാണ് കേട്ടോ. അധികമൊന്നുമില്ല. ഞാൻ ട്രങ്ക് നമ്പറെല്ലാം കുറേയെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുറേയെല്ലാം മിസ്സായിപ്പോയി. ഇത്രേ ഉള്ളൂ നമ്മുടെ കളക്ഷൻ. ഇപ്പോൾ കുറേയും കൂടെ ഒപ്പിക്കണം. കുറച്ചുകൂടെ പ്രോഗ്രാമിൽ കയറണം. കുറച്ചുകൂടെ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യണം. ട്രങ്ക് നമ്പർ കുറച്ചെല്ലാം മിസ്സായിപ്പോയി. കുറേയെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റൊക്കെ വേറെ എടുത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും സെറ്റ് ചെയ്തൊക്കെ വെക്കണം പുറത്തേക്ക്.